guys, welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ള സ്മോൾ മിനി നോട്ട്ബുക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, ഇതാട്ടോ സംഭവം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക്. പിന്നെ ഇതിനായിട്ട് വേണ്ടത് A4 ഷീറ്റ്, കളർ പേപ്പർ. ഞാൻ 2 കളർ പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ, പിന്നെ പശ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം അതിനായിട്ട് നമ്മൾ A4 ഷീറ്റ് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഈ ഒരു A4 ഷീറ്റ് ഇങ്ങോട്ടേക്ക് മടക്കണം. പിന്നെ നിങ്ങൾ കറക്റ്റായിട്ട് മടക്കണം കേട്ടോ. എന്നിട്ട് മറ്റേ ഭാഗവും ഇങ്ങനെ മടക്കാം. നമുക്ക് ഇങ്ങനെയും കിട്ടിയതാവും. എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് A4 ഷീറ്റ് ആദ്യം മുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 4 പീസസ് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ 4 പീസസിനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് 4 പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ A4 ഷീറ്റിനെ 4 പീസിന് കട്ട് ചെയ്ത ഒരു ഇതെടുത്ത് വീണ്ടും മടക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മടക്കുക. എന്നിട്ട് ഈ 4 പീസ് നമുക്ക് അങ്ങനെ ആക്കിയിട്ട് വരട്ടോ. പീസ് നമ്മൾ ആക്കിയിട്ട് എന്നിട്ട് അതൊന്ന് ഒന്നും കൂടി തുറക്കാം. എല്ലാതും തുറക്കട്ടോ. എല്ലാതും ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ്. ഗ്ലൂ നമ്മൾ എടുത്തിട്ട് ഈ ഒരു ആദ്യത്തെ ഒരു പീസിൻ്റെ പശ തേച്ചിട്ട് ഇപ്പുറത്തെ എടുത്തിട്ട് ഒട്ടിക്കുക കേട്ടോ. എല്ലാതും ഒട്ടിച്ച് ജോയിൻ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു പീസാണ്, വലിയൊരു പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം കേട്ടോ. ആദ്യം ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് അങ്ങനെ എല്ലാതും ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പശയിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ പശ തേച്ച് കൊടുക്കാം. ഓരോ സൈഡ് പശ തേച്ചിട്ട് മറ്റേത് കൂടി കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അതൊക്കെ ഇവിടെ ഒട്ടിച്ചിട്ട് ഇവിടെ. അപ്പം ഈ ബുക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിന് ചൊട്ടേൻ്റെ പണിക്കാണ്. അപ്പോൾ ഒരു കളർ പേപ്പറിൻ്റെ പകുതി എടുത്തിട്ട് അതിനെ ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് നമ്മൾ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ 2 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം. മറ്റേ പീസ് എടുത്ത് ആദ്യം നമ്മൾ കളർ പേപ്പർ, ഇപ്പോൾ 2 കളർ പേപ്പർ ഉണ്ട്. ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സെൻറ്റർ ഭാഗം നമ്മൾ ഇങ്ങോട്ടേക്കൊന്ന് മടക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിന് നിവർത്തി എടുത്തിട്ട് ഈ ഒരു ലൈൻമേ തട്ടിക്കാണ്ട് അത് മടക്കി കൊടുക്കണം കേട്ടോ. 2 ഭാഗം മടക്കി എടുക്കണം. സെൻറ്റർ ഭാഗം ഒരു കുറച്ച് ഗ്യാപ്പ് വേണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു ഇവിടുത്തെ തട്ടിക്കാണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിനെ നിവർത്തിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നില്ല നിങ്ങൾക്ക്. ആ ഒരു സൈഡിലാണ് നമ്മൾ ഈ ഒരു ബുക്ക് വെച്ചിട്ട് അടക്കേണ്ടത് കേട്ടോ. ഇനി ഇതേപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് അതിന് ഒരു പേജ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു കളർ പേപ്പറിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു പേജ് എടുത്തിട്ട് ഈ ഒരു കളർ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതൊക്കെ ഇട്ടേക്കാം. ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ കുഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടേക്കാം. ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് 2 പീസ് എടുക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി ഇതിൻ്റെ 2 ഭാഗത്തുള്ള ഈ സാധനങ്ങൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് പശ ഒട്ടിച്ചെടുക്കാം.
ഞാനിത് ഡെക്കറേഷന് വേണ്ടിയിട്ടാട്ടോ ചെയ്യണത്. എനിക്ക് ഇഷ്ടമുള്ള ചെയ്തോ എടുക്കാട്ടോ. മിനി നോട്ട്ബുക്ക്. അപ്പോൾ ഈ മിനി നോട്ട്ബുക്കൊക്കെ ഞാൻ ചെയ്താട്ടതൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഇതാട്ടോ മിനി നോട്ട്ബുക്ക്. എനിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.